ഫാത്തിമ തഹ്ലിയ MLA-ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ മോശമായ ചില കമൻറ്റുകൾ വരുന്നു. ഫാത്തിമ MLA നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അവർക്കൊരു സീറ്റ് കൊടുത്തു. മുസ്ലിം ലീഗ് ഇന്ന് വരെ മത്സരിച്ചിരിക്കുന്നവരെല്ലാം പുരുഷന്മാരായിരുന്നു. ആദ്യമായിട്ട് കേരളത്തിലെ ഒരു വനിതയ്ക്ക്, മുസ്ലിം വനിതയ്ക്ക് ഒരു സീറ്റ് കൊടുക്കുകയും ചെയ്തു. സാമൂഹികമായും ഭരണപരമായും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന മുസ്ലിം ലീഗിലെ ആ കമ്മ്യൂണിറ്റിയിലെ ഒരു പെൺകുട്ടിക്ക് ഒരു MLA സ്ഥാനം അർഹതയുള്ള ഒന്നല്ല, അത് കൂടുതൽ അർഹതയുണ്ട്. എങ്കിലും തുടക്കത്തിൽ ഫാത്തിമ തഹ്ലിയ എന്ന ആ MLA-ക്ക് ഒരു സീറ്റ് കൊടുത്തു. അവർ ചാടി ഓടി നടക്കുന്നതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. നല്ല ചുണക്കുട്ടിയായിരുന്നു. എല്ലായിടത്തും ധൈര്യസമേതം ചെന്ന് കയറി അവരോട് ഓട്ടഭ്യർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ഏതായാലും പെൺകുട്ടികളാണ്, ഇങ്ങനെ വേണം. അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ ഒരാൾ MLA ആയിട്ട് മത്സരിപ്പിക്കാൻ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും അതിനകത്ത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള അത് സാദിഖ് അലി തങ്ങളെയും അവരുടെ ഷാജി മന്ത്രിയെയും അതുപോലെ പുരോഗമന ചിന്തിതക്കാരികാരായ ഏകദേശം 10-20 MLA-മാർ അവർക്കുണ്ട്. ആ കമ്മ്യൂണിറ്റി ഇന്ത്യയുടെ മറ്റു മുസ്ലിം കമ്മ്യൂണിറ്റികൾ കണ്ടുപിടിക്കേണ്ട പാഠം ഇവർക്കുണ്ട്. എത്രയോ വർഷങ്ങളായി കേരളത്തിലെ UDF-ൻ്റെ ഒപ്പം നിൽക്കുകയും സാംസ്കാരികപരമായി അവർ ഉയർന്ന നിലവാരം പുലർത്തുകയും അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വളരെ മിതത്വം പാലിക്കുകയും ചെയ്യുന്നത് ഒരു ഹൈ ലെവലായിട്ടുള്ള, ഹൈലി കൾച്ചേർഡായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കേരളത്തിലെ ഈ മുസ്ലിം, മലപ്പുറത്തുള്ള ഈ മുസ്ലിം മൊത്തം മുസ്ലിമുകൾ വളർന്നു കഴിഞ്ഞു എന്നാണ്. കേരളത്തിലെ ഇവരുടെ ഈ വളർച്ചയിൽ തീർച്ചയായും മറ്റു ജില്ലകളിലുള്ള മുസ്ലിം ഏകദേശം അതുപോലെയൊക്കെ ഉയർന്നു. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ആ കമ്മ്യൂണിറ്റിയിലെ ക്രിമിനൽ സൈഡിലേക്ക് പോകുന്നുള്ളൂ. ഏതായാലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മൊത്തം കണ്ടുപഠിക്കേണ്ട ഒന്ന് തന്നെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രവർത്തികൾ. രാഷ്ട്രീയപരമായിട്ട് അവരുടെ ചിന്തകൾ, വിദ്യാഭ്യാസപരമായ ചിന്തകൾ, സാമൂഹികമായ അവരുടെ ഉയർച്ചകൾ, ഇതൊക്കെ ഇന്ത്യയിലെ മറ്റ് ഇതര മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാതൃകയാണ് എന്നാണ് ഞാൻ പല സന്ദർഭത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലെ പുരുഷന്മാർ ഇപ്പം സ്ത്രീകൾക്ക് അല്പസ്വല്പം വഴിമാറി കൊടുക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവരെ ശ്രദ്ധിക്കാൻ കാരണം ഫാത്തിമ തഹ്ലിയ കാണാൻ മിടുക്കിയാണ്. ഇപ്പം മലപ്പുറത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കോഴിക്കോട് പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്. അതോടൊപ്പം ഹൈക്കോടതിയിലും ചില കേസിന് അവർ അപ്പിയർ ചെയ്യുന്നുണ്ട്. 32-33 വയസ്സേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് വളരെയധികം നീക്കങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പക്ഷെ അവരെ വിഷമപ്പെടുത്തുന്ന 8-10 സോഷ്യൽ ഗ്രൂപ്പുകാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കാരുടെ ലിസ്റ്റ് അവരിപ്പം ഏകദേശം സംഘടിപ്പിച്ചിട്ടുണ്ട്. കാരണം അവരെ ഫോളോ ചെയ്യുകയും അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളും അവരെ ചില നാട്ടുകാരുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ വളരെ മോശമായ രീതിയിലൊക്കെ ചിത്രീകരിക്കുന്ന ചില നടപടിയിലേക്ക് സോഷ്യൽ മീഡിയയിൽ ചില വ്യക്തികൾ പോകാൻ തുടങ്ങി. സാധാരണക്കാരെ പോലെ ചായ കുടിക്കുന്ന ഫാത്തിമ തഹ്ലിയ ഒരു ഹെഡിങ്ങാണ്. അതുപോലെ സുന്ദരി ആയ MLA ആളെ കണ്ടപ്പോൾ ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ വളരെ മോശമായ കമൻറ്റുകൾ സഹിതം അവരുടെ സ്വകാര്യമായ സംഭാഷണങ്ങളും അവരുടെ അണികളുമായിട്ട് അല്ലെ അവരുടെ രാഷ്ട്രീയ അണികളുമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ ചോർത്തിയെടുത്ത് മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ തുടങ്ങുന്നു. കാരണം അത് തീർച്ചയായിട്ടും അവർ കുറേയൊക്കെ അവഗണിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ അവർ അസഹനീയമായപ്പോൾ ഏകദേശം 10 സോഷ്യൽ മീഡിയക്കാരുടെ വിവരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ നിയമസഭയിൽ ഈ വിഷയം അവർ ഉന്നയിക്കും. ഇതുപോലെ നമ്മൾ കണ്ടല്ലോ, സലീം കുമാറിൻ്റെ മരണസമയത്ത് കാണിച്ച ചിലരുടെ കോപ്രായങ്ങൾ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അതേ രീതിയിലുള്ള പ്രകടനങ്ങൾ ഇപ്പം മറ്റ് പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവർക്ക് അത് അസഹനീയമായി തോന്നി. ഏകദേശം 10 ഗ്രൂപ്പ്, സോഷ്യൽ മീഡിയയിലുള്ള 10 ഗ്രൂപ്പുകളെ അവർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ആ 10 വരുന്ന സാമൂഹ്യ വിരുദ്ധരായ ഇതുപോലെ സോഷ്യൽ മീഡിയക്കാർക്കെതിരായിട്ട് നടപടിയെടുക്കണം എന്നുള്ള രീതി തീർച്ചയായിട്ടും അത് നടപടിയെടുക്കണം. MLA അതിന് തുടക്കം കുറിക്കണം. അതുപോലെ അസംബ്ലിയിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ അസംബ്ലി വിവരിക്കണം. അവിടെ ഒരു ബില്ല് അവതരിപ്പിക്കണം. കേരളത്തിലെ ഇതുപോലെയുള്ള സാമൂഹ്യ നിന്ന കാണിക്കുന്ന വളരെയധികം സോഷ്യൽ മീഡിയക്കാരുണ്ട്. അവർ
ചില സാമ്പത്തിക മെച്ചത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഉന്നമനത്തിനോ അല്ലെങ്കിൽ ഇവരെ വ്യക്തിപരമായി അവഹേളിക്കുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തീർച്ചയായിട്ടും നടപടി ഉണ്ടാകണം. അതൊക്കെ ശിക്ഷാർഹമാണ്. കാരണം ഒരു വ്യക്തിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അവരുടെ പ്രവൃത്തി സ്വാതന്ത്ര്യം, ഇതിനെയൊക്കെ അനിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ, പ്രവൃത്തികൾ, അങ്ങനെയുള്ള ചില സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് കുറ്റകരമാണ് എന്ന് മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ഫാത്തിമ തഹ്ലിയ എന്ന MLA ഇപ്പോൾ എടുക്കാൻ പോകുന്ന നടപടിക്ക് എല്ലാ പിന്തുണയും എല്ലാവരും കൊടുക്കും. തീർച്ചയായിട്ടും അവരുടെ അനുഭവിച്ച വേദനകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അവരത് എടുത്തു പറയുകയും ചെയ്ത് സലീം കുമാറിൻ്റെ വീട്ടിലുണ്ടായ ആ മരണസമയത്ത് അല്ലെങ്കിൽ മരണം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന ആ ശവദാഹ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാണിച്ച ചില സോഷ്യൽ മീഡിയക്കാരും അതുപോലെയുള്ള ചില ആൾക്കാരും, ചില സ്ത്രീകളും ചില പുരുഷന്മാരും വളരെ മോശമായ പ്രകടനം അവിടെ ഒരു ആഹ്ലാദ നിർഭരമായ ഒരു ചടങ്ങ് പോലെ അവിടെ പ്രകടിപ്പിക്കുന്നതൊക്കെ കണ്ടു. എന്തായാലും അതിനെതിരായി അതിശക്തമായ നടപടിയുമായിട്ട് ഫാത്തിമ തഹ്ലിയ MLA മുന്നിട്ടിറങ്ങുന്നത് നല്ലതാണ്. അവർക്ക് സർവ്വവിധ പിന്തുണയും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഇതുപോലെയുള്ള മുസ്ലിം പെൺകുട്ടികളും വിദ്യാഭ്യാസമുള്ളവരും സമൂഹത്തിൽ എല്ലാ രംഗത്തും വരണ്ടിയിരിക്കുന്നു. അതിനുള്ള പിന്തുണ മുസ്ലിം സമുദായം കൊടുക്കണം. കാരണം തുല്യരായി കാണണം ഇവരെയും. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള ധാരാളം മുസ്ലിം സ്ത്രീകൾ സമൂഹത്തിലുണ്ട്. പല സ്ഥലത്തും അവർ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ട പ്രോത്സാഹനം കൊടുക്കണം. അവർക്ക് ഇപ്പം തന്നെ നമ്മുടെ മന്ത്രിസഭയിൽ തന്നെ ഒരു മുസ്ലിം മന്ത്രിയുണ്ട്, കോൺഗ്രസിൻ്റെ തന്നെ. അതുപോലെ തന്നെ ധാരാളം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കേരളത്തിലെ പഞ്ചായത്തുകളിലും മറ്റും മെമ്പർമാരായിട്ടും കോർപ്പറേഷനിലും മറ്റും കൗൺസിലർമാരായിട്ടും ചെയർമാന്മാരായിട്ടൊക്കെ വന്നു കഴിഞ്ഞു. നല്ലൊരു തുടക്കം ആണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനത്തുള്ള സ്ത്രീകൾക്ക് മാതൃക കാണിക്കത്തക്ക രീതിയിൽ ഈ സമുദായത്തിലെ അംഗങ്ങൾ പുറത്തേക്ക് വരുന്നത് നല്ല കാര്യം തന്നെയാണ് എന്നാണ് എൻ്റെ പക്ഷം.